നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 31 തിങ്കളാഴ്ച. എല്ലാ യുകെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. This part of the program sponsored by Tharawad Restaurant, Corinda, Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്ബെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി താരിഫ് സംബന്ധിച്ച് മുഖാമുഖം ചർച്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അറിയിച്ചു. ഏപ്രിൽ 2-ന് യുഎസ് വ്യാപാര പങ്കാളികൾക്ക് പുതിയ താരിഫ് പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആന്റണി ആൽബനീസ് സർക്കാരിന്റെ പുതിയ നീക്കം. പ്രഖ്യാപനത്തിന് മുന്നോടിയായി താരിഫ് സംബന്ധിച്ച് യുഎസ് ഉദ്യോഗസ്ഥരുമായി തന്നെ സർക്കാർ വളരെ ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ടെന്ന് അറിയിച്ചു. നികുതിയിൽ നിന്നും രാജ്യത്തെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടരും. സെന്റർ ഫോർ ഓസ്ട്രേലിയ ഇന്ത്യ റിലേഷൻസ് അഡ്വൈസറി ബോർഡിലേക്ക് മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സ്റ്റീവ് വോയെ നിയമിച്ചു. ഓസ്ട്രേലിയ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ആണ് ഇക്കാര്യം പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ഓസ്ട്രേലിയ ഇന്ത്യ ബന്ധത്തിൽ കൂടുതൽ ധാരണ കെട്ടിപ്പടുക്കുന്നതിനും ബിസിനസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ വ്യവസായം അക്കാദമിക് എന്നിവയിലുടനീളം കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. വോ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ വളരെ പങ്കുവഹിക്കുമെന്നും കഴിഞ്ഞ 20 വർഷമായി സ്റ്റീവ് വോങ് ഫൗണ്ടേഷനിലൂടെ അദ്ദേഹം ഗണ്യമായ ജീവകാരുണ്യ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും പെന്നി വോങ് പറഞ്ഞു. ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ഫോട്ടോഗ്രാഫി പുസ്തകവും വോങ് അടുത്തിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഞായറാഴ്ച പെർത്തിലെത്തി. വെസ്റ്റേൺ ഓസ്ട്രേലിയൻ മുഖ്യമന്ത്രി റോജർ ഹൂക്കിനൊപ്പം സെന്റ് ജോൺ ഓഫ് ഗോഡ് മിഡ്ലാൻഡ് പബ്ലിക് ഹോസ്പിറ്റലിന്റെ നവീകരണം അദ്ദേഹം തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. $355 ദശലക്ഷം പദ്ധതിയിൽ $200 മില്യൺ ഫെഡറൽ ഗവൺമെന്റ് സംഭാവന ചെയ്യും. ബാക്കിയുള്ളത് വെസ്റ്റേൺ ഓസ്ട്രേലിയ സർക്കാർ വഹിക്കും. ഓസ്ട്രേലിയൻ മെഡിക്കൽ അസോസിയേഷൻ ആശുപത്രിയുടെ വികസനത്തിനും കൂടുതൽ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും പരിശീലനത്തിനുമാണ് ഫണ്ട് വിനിയോഗിക്കുക. ഓസ്ട്രേലിയയിലെ എസ്ക്യുമെന്റ് ലിഥിയം പദ്ധതികളിൽ ഇന്ത്യൻ സർക്കാർ കമ്പനികളിൽ നിന്ന് പങ്കാളിത്തം തേടുന്നു. ഓസ്ട്രേലിയയിലെ 2 ലിഥിയം പ്രോജക്ടുകളിൽ 20% ഓഹരി $600 മില്യൺ സ്വന്തമാക്കുവാൻ 4 ഇന്ത്യൻ സർക്കാർ സ്ഥാപനങ്ങൾ ചിലിയൻ ഖനി തൊഴിലാളിയായ എസ്ക്യുമുമായി ചർച്ച നടത്തുന്നുണ്ട്. സർക്കാർ പിന്തുണയുള്ള ഗനിറ്റ് വിദേശ് ഇന്ത്യ ലിമിറ്റഡ്, കോൾ ഇന്ത്യ, ഓയിൽ ഇന്ത്യ, ONGC വിദേശ് എന്നിവയുമായി സഹകരിച്ച് എസ്ക്യുമിന്റെ മൗണ്ട് ഹോളണ്ട്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ആൻഡോവർ ലിഥിയം പദ്ധതികളിൽ 20% ഓഹരി തേടുന്നുവെന്നാണ് റിപ്പോർട്ട്. ന്യൂനമർദ്ദത്തെ തുടർന്ന് വെള്ളപ്പൊക്കം വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് ക്വീൻസ്ലാൻഡ് പ്രധാനമന്ത്രി ഡേവിഡ് ക്രിസ്കുലി മുന്നറിയിപ്പ് നൽകി. ന്യൂ സൗത്ത് വെയിൽസിലെയും ക്വീൻസ്ലാൻഡിലെയും ഉൾനാടൻ ഭാഗങ്ങളിൽ 6 ആഴ്ച വരെ കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതേസമയം ശനിയാഴ്ച രാത്രി നദിയിൽ ഒഴുക്കിൽപ്പെട്ട വയോധികനു വേണ്ടി പോലീസ് തിരച്ചിൽ പുനരാരംഭിച്ചു. ഒറ്റപ്പെട്ടു പോയ ക്വീൻസ്ലാൻഡിലെ പല പ്രദേശത്തു നിന്നും ആളുകളെ രക്ഷപ്പെടുത്തി മാറ്റിപ്പാർപ്പിക്കുവാനുള്ള ശ്രമവും തുടരുകയാണ്. വെസ്റ്റ് സിഡ്നിയിലെ വീട്ടിലേക്ക് ബസ് ഇടിച്ചു കയറിയുണ്ടായ വൻ അപകടത്തിൽ ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാൻ. ഗിൽഡ്ഫോർഡ് റോഡിലെ വീട്ടിൽ രാവിലെ 10 മണിയോടെ ബസ് ഇടിച്ച് മതിലുകൾ തകരുകയും മേൽക്കുരിയുടെ ഒരു ഭാഗം തകരുകയും ചെയ്തിട്ടുണ്ട്. നിയന്ത്രണം തെറ്റിപ്പോയ വാഹനം റോഡിന് സമീപത്തുള്ള വീട്ടിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. വാഹനത്തിലുണ്ടായവർ പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെടുകയായിരുന്നു. അഡ്ലേഡിൽ നിന്ന് കാണാതായ 2 സഹോദരന്മാർക്കുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു. 2 ആഴ്ച മുമ്പാണ് 5 വയസ്സുള്ള ഓസ്കാർ, 4 വയസ്സുള്ള ഫെലിക്സ് എന്നിവരെ കാണാതാവുന്നത്. കുട്ടികളെ കണ്ടെത്താൻ സൗത്ത് ഓസ്ട്രേലിയ പോലീസ് ഇന്റർ സ്റ്റേറ്റ് പോലീസുമായും ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസുമായും ചേർന്ന് പ്രവർത്തിക്കുകയാണ്. കുട്ടികളെ കണ്ടവരോ അവരെ കുറിച്ച് വിവരം ലഭിക്കുന്നവരോ 131-444 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. മോഷ്ടിച്ച കാറിടിച്ച് കാൻബറയിലെ സെന്റ് എഡ്മണ്ട്സ് കോളേജിലെ 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം രാവിലെ കോളേജിന് പുറത്തു വെച്ചാണ് അപകടമുണ്ടായത്. ഗുരുതര പരിക്കേറ്റ 14-15 വയസ്സുള്ള കുട്ടികളെ കാൻബറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. ആൺകുട്ടികളെ ഇടിച്ചതിനു ശേഷം പ്രതി കാർ നിർത്തിയില്ലെന്നും തുടർന്ന് കാൻബറ അവന്യൂവിലൂടെ മനുക്ക കടകളിലേക്ക് ഇടിച്ചു കയറിയെന്നും പോലീസ് പറഞ്ഞു. കാർ മോഷ്ടിക്കപ്പെടുമ്പോൾ 8 വയസ്സുകാരി കാറിനുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും റോഡിലൂടെ 100 മീറ്ററോളം കുട്ടിയുമായി വണ്ടി ഓടിച്ച പ്രതി കുട്ടിയെ പരിക്കേൽപ്പിക്കാതെ വിട്ടയച്ചുവെന്നും പറയുന്നു.
വിക്ടോറിയൻ വംശജനായ 31 വയസ്സുള്ള ടൈലർ കേസിൽ എന്ന യുവാവിലാണ് വണ്ടി മോഷ്ടിച്ചതും കുട്ടികളെ ഇടിച്ചതും. പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടി. ഷവ്വാൽ മാസപ്പിറ ദൃശ്യമായതോടെ സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. എൻപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് നടൻ മോഹൻലാൽ. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ടെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ബിജെപിയോട് ധാരണയിലെത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് AIADMK വിജയ് നേതൃത്വം നൽകുന്ന TVKയുമായി സഖ്യത്തിലെത്താൻ ശ്രമം നടത്തി. കഴിഞ്ഞ വർഷം നടത്തിയ ചർച്ച TVK മുന്നോട്ട് വെച്ച നിബന്ധനകളെ AIADMKക്ക് അംഗീകരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് സഖ്യത്തിലെത്താൻ കഴിയാതെ വന്നത്. ആസാം മുൻ ആഭ്യന്തരമന്ത്രി ദ്രിഗുകുമാർ ഫുകാന്റെ മകൾ ഉപാസ ഫുകാൻ വീടിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു. ഗുവാഹത്തി ഗർഹുവയിലെ 2 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ഉപാസ താഴെ വീണത്. മൃതദേഹം GMC ആശുപത്രിയിലേക്ക് മാറ്റി. ദ്രിഗുകുമാർ ഫുകാന്റെ ഏക മകളായ ഉപാസ കാൽവഴുതി വീണതാണോ ആത്മഹത്യയാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കോഴിക്കോട് നാദാപുരം പേരോട് പടക്കം പൊട്ടിക്കുന്നതിനിടെ അപകടം. കാറിൽ വെച്ചാണ് പടക്കം പൊട്ടിയത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കല്ലാച്ചി സ്വദേശി മുഹമ്മദ് ഷഹറാസ്, പൂവത്തളിൽ റയീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷഹറാസിന്റെ വലത് കൈപ്പത്തി തകർന്ന നിലയിലാണ്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.